നമസ്കാരം. PSC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യൻ ഭരണഘടനയിൽ നിന്ന് ഉറപ്പായും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന, പക്ഷെ പലർക്കും കൺഫ്യൂഷൻ വരുന്ന 3 ആർട്ടിക്കിൾസാണ് നമ്മളിന്ന് പൊളിച്ചെടുക്കാൻ പോകുന്നത്. ചൂഷണത്തിൽ നിന്നുള്ള സംരക്ഷണം, ബാലവേല നിരോധനം, വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. അതായത് ആർട്ടിക്കിൾ 23, 24, പിന്നെ 21A. നമുക്ക് വിശദമായിട്ട് തന്നെ നോക്കാം. ഇതാ സ്ക്രീനിൽ കാണുന്ന ഈ ചോദ്യം നോക്കൂ. PSC പരീക്ഷകളിൽ സ്ഥിരം കാണുന്ന ഒന്നാണിത്, അല്ലേ? ചിലപ്പോൾ ഓപ്ഷൻസ് കാണുമ്പോൾ ഒരു സംശയം വരും, പക്ഷെ പേടിക്കണ്ട, ഈ ക്ലാസ് കഴിയുമ്പോഴേക്കും ഇതിന്റെ ഉത്തരം നിങ്ങൾ കണ്ണടച്ച് പറയും. അപ്പോ ആ ചോദ്യത്തിന്റെ ഉത്തരം കിടക്കുന്നത് നമ്മുടെ ആദ്യത്തെ ആർട്ടിക്കിളിലാണ്. ചൂഷണത്തിനെതിരെയുള്ള ആദ്യത്തെ പരിച, ആർട്ടിക്കിൾ 23. ആർട്ടിക്കിൾ 23 വളരെ വ്യക്തമായിട്ട് ഒരു കാര്യം പറയുന്നുണ്ട്. സ്ത്രീകളെയും പുരുഷന്മാരെയും കുട്ടികളെയുമൊക്കെ ഒരു സാധനം പോലെ, ഒരു ചരക്ക് പോലെ വാങ്ങാനും വിൽക്കാനും പാടില്ല. ഇത് മനുഷ്യന്റെ അന്തസ്സിന് നേരെയുള്ള ഏറ്റവും വലിയൊരു ആക്രമണമായാണ് നമ്മുടെ ഭരണഘടന കാണുന്നത്. സിമ്പിളായി പറഞ്ഞാൽ മനുഷ്യക്കച്ചവടം പൂർണ്ണമായും നിരോധിച്ചിരിക്കുന്നു. അടുത്തത് ബേഗാർ. ഈ വാക്ക് കേട്ട് പേടിക്കേണ്ട, സിമ്പിളാണ്. അതായത് ഒരാളെക്കൊണ്ട് പണിയെടുപ്പിച്ചിട്ട് കൂലി കൊടുക്കാതിരിക്കുക, നിർബന്ധിച്ച് ജോലി ചെയ്യിപ്പിക്കുന്ന ആ ഒരു ഏർപ്പാടില്ലേ, അതാണ് ബേഗാർ. ഇത് ഭരണഘടന പൂർണ്ണമായും നിരോധിച്ചിരിക്കുന്നു. ഇനി നിർബന്ധിത ജോലി, ഇത് കുറച്ചുകൂടി വിശാലമാണ്. അടിമത്തം മുതൽ ഒരാളുടെ ഇഷ്ടത്തിന് വിപരീതമായി ചെയ്യിക്കുന്ന എന്ത് ജോലിയും ഇതിൽ വരും. പക്ഷെ ഒരു ചെറിയ എക്സെപ്ഷനുണ്ട്. അതായത് രാജ്യത്തിനൊരാവശ്യം വന്നാൽ, ഉദാഹരണത്തിന് സൈനിക സേവനം പോലെ സർക്കാരിന് നമ്മളെ വിളിക്കാം. പക്ഷെ അവിടെ ഒരു കണ്ടീഷനുണ്ട്. ജാതിയുടെയോ മതത്തിന്റെയോ പേരിൽ ഒരാളോടും വിവേചനം കാണിക്കാൻ പാടില്ല. ഇനി PSC പരീക്ഷയ്ക്ക് ഏറ്റവും ആവശ്യമുള്ള ഒരു കോഡ്, ആർട്ടിക്കിൾ 23. എങ്ങനെ ഓർത്തുവെക്കും? 23 തൂക്കി വിൽക്കരുത്. ഒരു മനുഷ്യനെ തൂക്കി വിൽക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ചു നോക്കൂ. അത് മനുഷ്യക്കടത്തല്ലേ? അപ്പോ ആർട്ടിക്കിൾ 23 എന്ന് കേൾക്കുമ്പോൾ തന്നെ ഈ കോഡ് ഓർമ്മ വരണം. വെറുതെ ഭരണഘടനയിൽ എഴുതി വെച്ചാൽ മതിയോ? പോരല്ലോ. ഇത് നടപ്പിലാക്കാൻ വേണ്ടി നമ്മുടെ പാർലമെന്റ് കുറച്ച് ശക്തമായ നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് 1976 ബോണ്ടഡ് ലേബർ സിസ്റ്റം എബോളിഷൻ ആക്ടും പിന്നെ 1956 ഇമ്മോറൽ ട്രാഫിക് പ്രിവെൻഷൻ ആക്ടും. അപ്പോ ആർട്ടിക്കിൾ 23 ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് അടുത്ത പരിചയയിലേക്ക് പോകാം. ഇത് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണ്. അവരുടെ ബാല്യം സുരക്ഷിതമാക്കാനുള്ള ആർട്ടിക്കിൾ 24. ആർട്ടിക്കിൾ 24 എന്ന് കേട്ടാൽ നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം ഓടിവരേണ്ട ഒരു സംഖ്യയുണ്ട്. അത് 14 ആണ്. 14. ഈ അനുച്ഛേദം എന്താണ് പറയുന്നതെന്നോ? 14 വയസ്സിൽ താഴെയുള്ള ഒരു കുട്ടിയെയും ഫാക്ടറി, ഖനി പോലുള്ള അപകടം പിടിച്ച ഒരു ജോലിയിലും നിയമിക്കാൻ പാടില്ല. കാരണം വളരെ വ്യക്തമാണ്. കുട്ടികളുടെ ആരോഗ്യവും വിദ്യാഭ്യാസവും സംരക്ഷിക്കണം. അതാണ് ലക്ഷ്യം. ഇതിനുമുണ്ടൊരു സിമ്പിൾ കോഡ്. 24 മണിക്കൂറും കുട്ടികൾക്ക് കളിക്കാനുള്ളതാണ്, പണിയെടുപ്പിക്കാനുള്ളതല്ല. അപ്പോൾ ആർട്ടിക്കിൾ 24, 14 വയസ്സ്. ഈ കണക്ഷൻ മറക്കരുത്. ഇവിടെ നമ്മളൊരു പ്രധാനപ്പെട്ട ഭേദഗതിയെക്കുറിച്ചറിയണം. 2016 വന്ന ഈ ഭേദഗതി ഈ നിയമത്തെ ഒന്നുകൂടി സ്ട്രോങ് ആക്കി. ഇതിനുവേണ്ടി ഒരുപാട് പോരാടിയ ആളാണ് നമ്മുടെ നൊബേൽ സമ്മാന ജേതാവായ കൈലാഷ് സത്യാർത്ഥി. അദ്ദേഹത്തിന്റെ പേരും കൂടി ഇതിനോട് ചേർത്തോർമ്മിക്കുന്നത് നല്ലതാണ്. ഇതുവരെ നമ്മൾ സംസാരിച്ചത് ചൂഷണത്തിൽ നിന്നുള്ള സംരക്ഷണത്തെക്കുറിച്ചാണ്. ഇനി നമ്മൾ പോകുന്നത് സംരക്ഷണത്തിൽ നിന്ന് ശാക്തീകരണത്തിലേക്കാണ്. ഒരു പടി കൂടി മുകളിലേക്ക്. അതാണ് ആർട്ടിക്കിൾ 21A. കാരണം ബാലവേലയ്ക്ക് പോകുന്നൊരു കുട്ടിക്ക് എങ്ങനെയാണ് പഠിക്കാൻ കഴിയുക, അല്ലേ? അപ്പോ അടുത്ത സ്റ്റെപ്പ് വിദ്യാഭ്യാസമാണ്. ഇതൊരു സുപ്രധാനമായ യാത്രയായിരുന്നു. 2002 ഒരു ഭരണഘടനാ ഭേദഗതിയായി തുടങ്ങി. പിന്നീട് 2009 പാർലമെന്റ് വിദ്യാഭ്യാസ അവകാശ നിയമം പാസാക്കി. അവസാനം 2010 ഏപ്രിൽ 1 ഇത് രാജ്യത്ത് മുഴുവൻ പ്രാബല്യത്തിൽ വന്നു. ആ വർഷങ്ങളും തീയതിയും ഓർത്തുവെക്കുക. അപ്പൊ എന്താണ് 21Aയുടെ കാതൽ? സിമ്പിളാണ്. 6 മുതൽ 14 വയസ്സുവരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഒരു മൗലികാവകാശമാണ്, ഫണ്ടമെന്റൽ റൈറ്റ്. ഇത് കൊണ്ടുവന്നത് 2002 86 ഭേദഗതിയിലൂടെയാണ്. ഈ ഭേദഗതി നമ്പർ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ 86 ഭേദഗതി 21 മാത്രമല്ല കൊണ്ടുവന്നത്, അതോടൊപ്പം മറ്റ് 2 കാര്യങ്ങൾ കൂടി ചെയ്തു. നിർദ്ദേശക തത്വങ്ങളിലെ ആർട്ടിക്കിൾ 45 ഒരു മാറ്റം വരുത്തി. അത് 6 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ കാര്യമാക്കി മാറ്റി. അതുകൂടാതെ 51A എന്ന മൗലിക കർത്തവ്യങ്ങളിൽ ഒരു പുതിയ കർത്തവ്യം കൂടി ചേർത്തു. അതായത് കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കേണ്ടത് രക്ഷിതാക്കളുടെ കടമയാണ് എന്ന്. അപ്പോ ഈ അവകാശങ്ങളൊക്കെ ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ കുട്ടികൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാൻ ആള് വേണ്ടേ? അതിനാണ് നമ്മുടെ കമ്മീഷനുകൾ. നമുക്കവരെ പരിചയപ്പെടാം.
ദേശീയ തലത്തിൽ നമുക്ക് NCPCR ഉണ്ട്, 2007 സ്ഥാപിതമായി. നമ്മുടെ കേരളത്തിൽ കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ, അത് 2013 വന്നത്. ഇതിന്റെയൊക്കെ ആസ്ഥാനവും ഇപ്പോഴത്തെ ചെയർപേഴ്സന്റെ പേരും പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്, നോട്ട് ചെയ്തു വെക്കുക. ഈ കമ്മീഷനുകൾക്ക് വെറും ഉപദേശം നൽകാനുള്ള അധികാരം മാത്രമല്ലുള്ളത്. കുട്ടികളുടെ അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ അത് അന്വേഷിക്കാൻ ഒരു സിവിൽ കോടതിയുടെ അധികാരം തന്നെയുണ്ട്. വിദ്യാഭ്യാസാവകാശ നിയമം, പോക്സോ നിയമമൊക്കെ ശരിയായി നടപ്പിലാക്കുന്നുണ്ടോ എന്നും ഇവർ നിരീക്ഷിക്കും. പിന്നെ നമ്മുടെ കേരള കമ്മീഷന്റെ ഒരു അടിപൊളി സംരംഭമാണ് റേഡിയോ നെല്ലിക്ക, കുട്ടികൾക്ക് വേണ്ടിയുള്ളൊരു ഇന്റർനെറ്റ് റേഡിയോ. ശരി, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇനി പരീക്ഷാ ഹാളിലേക്ക് പോകുമ്പോൾ മറന്നു പോകാതിരിക്കാൻ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്നുകൂടി പെട്ടെന്ന് ഓർത്തെടുക്കാം. ആർട്ടിക്കിൾ 23 എന്താണ് ഓർമ്മ വരേണ്ടത്? മനുഷ്യക്കച്ചവടം, നിർബന്ധിത തൊഴിൽ, ഇതിന്റെയൊക്കെ നിരോധനം. ആർട്ടിക്കിൾ 24 ഏതാണ് ആ മാന്ത്രിക സംഖ്യ? 14. 14 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ കൊണ്ട് പണിയെടുപ്പിക്കരുത്, ബാലവേല നിരോധനം. അവസാനമായി ആർട്ടിക്കിൾ 21A, ഇത് ശാക്തീകരണമാണ്. 6 മുതൽ 14 വയസ്സുവരെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനുള്ള മൗലിക അവകാശം. അപ്പോ ഈ നിയമങ്ങളും അവകാശങ്ങളുമൊക്കെ നമ്മുടെ ഭരണഘടനയിലെ ഭംഗിയായി എഴുതിവെച്ചിട്ടുണ്ട്. പക്ഷേ ഒരു നിമിഷം ചിന്തിച്ചു നോക്കൂ, ഇന്ത്യയിലെ ഓരോ കുട്ടിക്കും ഈ അവകാശങ്ങൾ ഇന്ന് പൂർണ്ണമായി അനുഭവിക്കാൻ സാധിക്കുന്നുണ്ടോ? സംരക്ഷണത്തിൽ നിന്ന് യഥാർത്ഥ ശാക്തീകരണത്തിലേക്കുള്ള നമ്മുടെ യാത്രയിൽ ഇനി എന്തൊക്കെ വെല്ലുവിളികളാണ് ബാക്കിയുള്ളത്?